ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനൊരു 6:30 എഴുന്നേറ്റിട്ട് ഫോൺ കുത്തിയിട്ടു, എന്നിട്ട് കിടന്നു. എന്നിട്ടിപ്പോൾ 7 മണിയായി. നമുക്ക് കുളിക്കാൻ വേണ്ടി പോവാം. ഞാനപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് കാണിച്ചു തരാം. അടിപൊളി സാധനമാണ്. ഇതാണ് മാമാർത്തിൻ്റെ ബീറ്റ്റൂട്ട് ഹൈഡ്രാഫോയിൽ ഫേസ് വാഷ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിലും പറ്റുന്നതാണ്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിനി കുറച്ച് നേരം പ്രാർത്ഥിക്കും. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞാൽ എഴുന്നേൽക്കുന്നത്. പക്ഷേ ഫ്രഷായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് വേറെ സുഖം. അപ്പം ഞാൻ കുറച്ച് നേരം പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. ഓക്കെ. പിന്നെ ഗൈസ്, ഞാൻ ഇവിടെ വന്നേ പിന്നെ ഒരു ശീലം തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഒരുമാതിരിയൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഒരുപാടൊക്കെ ചിന്തിച്ചു കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ കോളേജിലാണെങ്കിൽ ലൈബ്രറി ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്നിപ്പോൾ ബുക്കെടുത്ത് വായിക്കാൻ തുടങ്ങി. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു നോവൽ വായിച്ചു ചേർത്തു. എനിക്കത് 1 മിനിറ്റ്. എനിക്ക് ആ നോവലത് അടിപൊളി നോട്ട്. അതിൻ്റെ ഒരു റിവ്യൂ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് മുന്നേ വേറൊരു ബുക്ക് എടുക്കാനുള്ള ആർത്തിയിൽ ഞാനത് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് വേറെ എടുത്തു. ഇപ്പം ഞാൻ ആനി ഫ്രാങ്കിൻ്റെ ഈ ബുക്കാണ് വായിക്കുന്നത്, ദി ഡയറി ഓഫ് എ യങ് ഗേൾ. ഞാനപ്പോൾ ബുക്കൊക്കെ വായിച്ചു. ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കോളേജിൽ ഓണത്തിൻ്റെ ഈ തിരുവാതിര പ്രാക്ടീസൊക്കെ നടക്കുന്ന കാരണം വലിയ കാര്യമായിട്ടൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പം വേറെ പഠിക്കാറുമില്ല. അപ്പം എന്താ വെച്ചാൽ നമുക്ക് യൂണിഫോം ഇടാം. ഇതാണ് ഗൈസ് എൻ്റെ യൂണിഫോം. അപ്പം ഞാൻ എന്തായാലും യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് താഴെ പോയിട്ട് ഫുഡ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അവിടെ ഞാൻ ഫോൺ കൊണ്ട് പോകുന്നില്ല. കാരണം അവർക്കാർക്കും ഇരിക്കാനായിട്ട് ചിലതൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ക്യാമറയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ചെന്നാൽ നല്ലതാവും. അതുകൊണ്ട് വേണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് വേണം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കഴിച്ചിട്ട് വന്നു. പുട്ടും കടലക്കറിയായിരുന്നു. ഇനി നമുക്ക് മുഖത്ത് ചില്ലറ പരിപാടി ചെയ്തിട്ട് കോളേജിൽ പോകാം. ഓക്കെ, കം. എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അടുത്ത് തന്നെയാണ് എൻ്റെ കോളേജ് വരുന്നത്. സോ എനിക്ക് കൃത്യസമയത്ത് ഇറങ്ങിയാൽ മതി. പക്ഷേ എനിക്ക് എന്തായാലും ഒരു കൃത്യസമയത്ത് ഇറങ്ങുമ്പോൾ ഒരു പേടി വെപ്രാളൊക്കെ ഇല്ല. അതാണ്. ഇതുകൊണ്ട് ഞാൻ ഒരു 15 മിനിറ്റ് ഞാൻ നേരത്തെ ഇറങ്ങും. അപ്പം നമുക്കിപ്പോൾ പോവാം. പരദൂഷണ കമ്മിറ്റി. ഞങ്ങൾ ചോറുണ്ടാണ്. നെയിം റിവീലിങ്ങിന് പോവാണ് ഗൈസ്. അത് ഇവള് പണ്ട് ഒരു അധ്വാനിയാണ് ഗൈസ്. Yes. Hello guys. അവളാണ് ഗൈസ് മുതുക്കി. അവളാണ് ഏറ്റവും മുതുക്കി. ഞാനല്ല കേട്ടോ. എനിക്ക് പ്രായമേ ഇല്ല. കുട്ടിക്ക് കാണാൻ പറ്റിയില്ല. എന്തോ പറ്റി? ഞാനിങ്ങനെ ഇതിൻ്റെ മണ്ടയ്ക്ക് വന്ന റിവീലിംഗ് എന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുക. ഏത് ആംഗിളിൽ നിന്നൊക്കെ ആൾക്കാർ വീഡിയോ എടുക്കുന്നത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കണം. കാരണം എന്നെ ഒറ്റ റീലിനും കിട്ടരുത്.
ഇവിടെ സിമെന്റ് ഇളക്കുകയാണ്. എന്നെ കൊതിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് നാശം. ഓ അത് പനി പിടിച്ചിട്ടല്ലേ? പനി പിടിച്ചെന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും മേടിച്ചു തന്നില്ല. എനിക്കൊന്നും മേടിച്ചു തന്നില്ല. ആ പനിയുള്ളവരൊന്നും കഴിക്കാൻ പാടില്ല. കഞ്ഞിയും ഒരു മുട്ടയെങ്കിലും മേടിച്ചു തന്നൂടെ? നമുക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു തിരുവാതിര, അത് കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ പോകണം. ഇതാണ് വിയർത്ത് കുളിച്ചു. ആദ്യമായിട്ട് അധ്വാനിച്ചെന്നെ. ഇന്നത്തെ ഇവിടെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ജനലോടെ നിന്ന് ആദ്യം കാണുന്നത് ഈ അമ്പലമാണ്. അതുകൊണ്ട് എന്നും ഇവിടെ നിന്ന് ഭയങ്കര സൗണ്ടാണ്.